യെസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ അതിലേക്ക് എല്ലാവരും തന്നെ എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെനി റോഡ്രിഗസ് FC ഗോവയുടെ താരമായിരുന്നു, നമ്മൾ സ്വന്തമാക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നൊരു താരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലെനിൻ റോഡ്രിഗസിനെ ഹൈദരാബാദ് FC സ്വന്തമാക്കിയതാണ്. എന്തായാലും വല്ലാത്തൊരു സൈനിങ് ആയിപ്പോയി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ മിക്കവാറും ഒരു വർഷത്തേക്ക് സ്വന്തമാക്കാനായിരിക്കും ചോദിച്ചത്. പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും. കാരണം ലെനി റോഡ്രിഗസിന് ഏതാണ്ട് 37 വയസ്സാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതൊരു ഇഷ്യൂ ആണ്. അദ്ദേഹം സുഖമായിട്ട് കളിക്കും, ഒരു 1-2 സീസണോടെ സുഖമായിട്ട് കളിക്കാനുള്ളൊരു പവറുള്ളൊരു താരമാണ് ലെനി റോഡ്രിഗസ്. സോ എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദ് FC സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് പോലുള്ള നല്ലൊരു ഗോൾ കീപ്പറിനെ അവർ സ്വന്തമാക്കി. അവരുടെ ഇന്ത്യൻ സ്ക്വാഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവസാനം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരൊരു നല്ല ഇന്ത്യൻ സ്ക്വാഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. എന്തായാലും ഏതാണ്ട് 3 ഫോറിൻ സൈനിങ്സ് കംപ്ലീറ്റ് ആയെന്ന് മാർക്കസ് മർഗലോവ് പറഞ്ഞിരുന്നു. സോ ഇനി 3 ഫോറിൻ സൈനിങ്സ് കൂടെ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. സോ അതും അവർ പെട്ടെന്ന് തന്നെ തീർക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ISLൻ്റെ ഫസ്റ്റ് വീക്കിൽ അവർക്ക് മാച്ച് ഡേ വീക്കിൽ അവർക്ക് കളിയില്ല. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഹൈദരാബാദ് FCയുടെ കാര്യത്തിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്നൊരു താരവുമായിരുന്നു ലെനി റോഡ്രിഗസ്. ബട്ട് അദ്ദേഹത്തെ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഒരു 2 വർഷത്തെയോ 3 വർഷത്തെയോ ഈ ഒരു 37 എന്നൊരു ഏജിൽ ഒരു കോൺട്രാക്റ്റ് ചിലപ്പോൾ ഹൈദരാബാദ് FC കൊടുത്തുകയാണ്. സോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവിടേക്ക് പോയത്. സോ നമ്മൾ സ്വന്തമാക്കാൻ വെച്ചൊരു താരത്തെ മറ്റൊരു ക്ലബ്ബ് സ്വന്തമാക്കിക്കൊണ്ട് പോയി. അത് കുറച്ച് വിഷമം നൽകുന്നൊരു കാര്യം തന്നെയാണ്.